കഴിഞ്ഞ 15 വർഷത്തിലധികമായി UAE കഴിയുന്ന ആളാണ് രമ്യ മോളി. പക്ഷേ ജീവിതം രമ്യയ്ക്ക് ഈ പ്രവാസ ലോകത്ത് സമ്മാനിച്ചത് ആദ്യമൊക്കെ സമൃദ്ധിയും സന്തോഷവും നൽകിയിരുന്നു എങ്കിൽ പോലും പിന്നീട് അത് വല്ലാത്ത സങ്കടം, ഒരുപക്ഷെ ജീവിതം തകർന്ന് ഇല്ലാതാകുമോ എന്നുള്ളൊരവസ്ഥയിൽ വരെ എത്തി. ഇപ്പോൾ 3 ആഴ്ച ആയി ഇതേ ആശുപത്രിയിൽ കിടക്കയിലായിരുന്നു. ജീവിതത്തിലേക്ക് രമ്യ തിരിച്ചു വരികയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് ഇങ്ങോട്ട് പോന്നു. അപ്പോഴും അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അമ്മ ഇവിടെ വെച്ച് മരണപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഒരു ബിസിനസ്സിലേക്ക് നോക്കിയത്. പക്ഷെ അത് കോവിഡ് ആയപ്പോഴത്തേക്ക് ആകെ തകർന്നുപോയി. വിസ കാലാവധി കഴിഞ്ഞിട്ട് 3 വർഷമായി. ആശുപത്രിയുടെ ചെലവ് വേറെ. ഷോപ്പിന്റെ വാടക കൊടുക്കാത്തതിന് റിയൽ എസ്റ്റേറ്റ് കമ്പനി നൽകിയ കേസുമുണ്ട്. മെയിനായിട്ട് എനിക്ക് കേസിന്റെ സംബന്ധമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ്, വിസ പ്രോബ്ലംസ്, റിയൽ എസ്റ്റേറ്റിന്റെ ചെക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. അതൊന്നും തീർക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അത് തന്നെ ശരിയാക്കണമെങ്കിൽ തന്നെ ഒരുപാട് പൈസേന്റെ ആവശ്യമുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ഫീസ് അതും കെട്ടാൻ പറ്റിയിട്ടില്ല. കോവിഡ് കാലത്തെ കച്ചവടത്തിലെ നഷ്ടം മാത്രമല്ല രമ്യയെ തളർത്തിക്കളഞ്ഞത്. വിശ്വസിച്ചു കൂടെ കൂട്ടിയിരുന്ന ഒരാൾ കയ്യിലുണ്ടായിരുന്നതെല്ലാം സ്വന്തമാക്കി രമ്യയെ പറ്റിച്ച് രക്ഷപ്പെട്ടു. ഇതോടെയാണ് രമ്യ മാനസികമായി കൂടി തളരുന്നത്. ഷാർജ റോഡയിൽ വെച്ച് റിയാഫ് രമ്യയെ കാണുന്നതോടുകൂടിയാണ് ഒരുപക്ഷെ രമ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ രമ്യ ഇന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ രമ്യയുടെ അനിയത്തി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ രമ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന സ്ഥലത്ത് ഒരു ആവശ്യ നിലയിൽ കിടക്കുകയെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ വേഗം ചെന്ന് കണ്ടപ്പോഴുള്ള സ്ഥിതി വളരെ മോശമായിരുന്നു. പിന്നെ ഒന്ന് നോക്കാനോ ഒന്ന് അന്വേഷിക്കാനോ പോകാണ്ട് നേരെ ഹോസ്പിറ്റൽ എമർജൻസി വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. കുറച്ച് നിയമക്കുരുക്കളുണ്ട്, അത് മാറ്റാനുള്ള ഒരു ഓട്ടത്തിലാണ് ഞാൻ. സിയാഫും മനീഷും ആശുപത്രിയിൽ വരികയും രമ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി രമ്യയെ ഒരു താമസ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് രമ്യയെ സമാധാനത്തോടു കൂടി നാട്ടിലേക്ക് അയക്കണം. അതാണ് സിയാഫും കൂട്ടുകാരനായിട്ടുള്ള മനീഷിന്റെയും ആഗ്രഹവും. അതിനാണ് പരിശ്രമിക്കുന്നത്. പിന്നെ കുറച്ച് നല്ലവരായ ആൾക്കാരുണ്ട് ചുറ്റും. അവരൊക്കെ അവരുടെയൊക്കെ കാരുണ്യം കൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ആ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ അവരൊക്കെ കാരണമാണ്. ഇപ്പം ആ ചേട്ടൻ അവരൊക്കെ ആ കറക്റ്റ് ടൈമിന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോയി. 2 മക്കളുള്ള അനുജത്തി മാത്രമാണ് രമ്യ മോളിക്ക് നാട്ടിലുള്ളത്. സഹായത്തിന് മറ്റാരുമില്ല. വിറ്റുപെറുക്കി ആശുപത്രി ചെലവും മറ്റ് പിഴയുമൊക്കെ അടയ്ക്കാമെന്ന് വിചാരിച്ചാൽ വിൽക്കാൻ നാട്ടിലൊന്നുമില്ല. പുതിയ ജീവിതത്തിൽ രമ്യയ്ക്കുള്ളത് ഏറ്റവും പ്രധാനമായി ഒന്ന് ആരോഗ്യം. അത് പക്ഷേ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാം. അതിനപ്പുറത്തേക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം, താമസിക്കാൻ ഒരു ഇടം, അതോടൊപ്പം തന്നെ മുൻപ് ബിസിനസ് നടത്തിയപ്പോൾ ഉണ്ടായ സാമ്പത്തിക ബാധ്യത, അതേ തുടർന്നുണ്ടായിട്ടുള്ള കേസ്. എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാലും മതി, ഞാൻ ഒപ്പിക്കോളൂ. മെയിൻ ഇഷ്യൂ നമ്മുടെ ഈ വിസയും ഒരു അക്കോമഡേഷനുമാണ് ഏറ്റവും വലുത്. വിസ ചെക്ക് കേസ് ഭയങ്കരതാണ്. അത് എന്നെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റത്തില്ല. രമ്യയ്ക്ക് പുതിയൊരു ജീവിതം നൽകാൻ പ്രവാസികളായിട്ടുള്ള നമുക്ക് കഴിയും. അതിന് മടിച്ചു നിൽക്കരുത്. രമ്യയെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നമ്മളെല്ലാവരും. ഇത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്.